നമസ്കാരം. കുംഭമേള വൈറൽ ഗേളായിട്ടുള്ള മൊണാലിസയ്ക്ക് കേരളത്തിൽ മാംഗല്യം. പ്രണയസാഫല്യത്തിന് കൂട്ടുനിന്നതാരാണ്? കേരള സമൂഹവും കേരളത്തിലെ പോലീസുകാരും കേരളത്തിലെ ഗവൺമെന്റും CPM-കാരും എല്ലാവരും ചേർന്ന് പുള്ളിക്കാരി അങ്ങ് കല്യാണം കഴിപ്പിച്ചു വിട്ടു. കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ. ഇന്നലത്തെ ഏറ്റവും വൈറലായിട്ടുള്ള ന്യൂസ് ഇതായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വലിയൊരു വിവാദത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. മിക്കവാറും കല്യാണത്തിന് കൂട്ടുനിന്നവരൊക്കെ അകത്ത് കിടക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യത്തോട് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ട്? കേരള സമൂഹം ചെയ്ത ഈ ഒരു പ്രവൃത്തി ശരിയായിരുന്നോ തെറ്റായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻസിലൂടെ രേഖപ്പെടുത്തുക. എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയാം. ഇത് തെറ്റായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് കാരണം അവരുടെ മതം നോക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അവർ പ്രണയിച്ചത് തെറ്റായെന്നോ, ഹിന്ദുവായിട്ടുള്ള മൊണാലിസ ഒരു മുസ്ലിം യുവാവിനെ പ്രണയിച്ചത് തെറ്റായെന്നോ ഒന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അത് മതമോ ജാതിയോ ഒന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. പക്ഷേ അവരുടെ പ്രായം അതൊരു വലിയ വിഷയമാണ്. മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് CPM-കാർ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തത് ഒരു ശരിയായ രീതിയിലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ മൊണാലിസ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുന്നു. അച്ഛൻ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നു. എനിക്ക് ഇയാളുമായിട്ട് പ്രണയമാണ്, അതുകൊണ്ട് തന്നെ ഇയാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തുന്നു. ഇവരെ പറ്റിയിട്ടൊന്നും നമുക്ക് വലിയ ധാരണയില്ല. വേറൊരു സംസ്ഥാനത്ത് ജീവിക്കുന്ന വ്യക്തികളാണ്, നമ്മുടെ കേരള സംസ്ഥാനത്ത് ജീവിക്കുന്ന വ്യക്തികളല്ല. രണ്ടുപേരും രണ്ട് സംസ്ഥാനത്തിലുള്ളവരാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കുന്നു. അച്ഛൻ്റെ ഒപ്പം മൊണാലിസയെ പറഞ്ഞു വിട്ടില്ല പോലീസുകാർ, ബോയ് ഫ്രണ്ടിൻ്റെ ഒപ്പം തന്നെ ജീവിക്കാൻ വേണ്ടി പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് CPM-കാർ ഇടപെടുന്നു, അവരെ ഇറക്കിക്കൊണ്ട് പോകുന്നു, കല്യാണം കഴിപ്പിക്കുന്നു. കഴിഞ്ഞു, എല്ലാം അപ്പം തന്നെ കഴിയുവാണ്. ഒറ്റ ദിവസം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് എല്ലാം ഷടപടയെന്ന് അങ്ങ് കഴിഞ്ഞു. അത് തെറ്റായിപ്പോയി. അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. കേരള സമൂഹം ഭയങ്കര മാതൃകാപരമായി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. ലിറ്ററസിയിൽ അങ്ങ് ഉയർന്നു നിൽക്കുന്നവരാണ്, വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉള്ളവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിവരവും വിദ്യാഭ്യാസവും കൂടിക്കിടക്കുന്ന ആൾക്കാർ ഒരു വിവരമില്ലാത്ത രീതിയിലാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദം എന്താണ്? മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മൊണാലിസ 2025 വൈറലാകുന്നത്, 2025 ജനുവരിയിൽ. അപ്പോൾ ഈ വൈറലായ സമയത്ത് എല്ലാ മാധ്യമങ്ങളും, നാഷണൽ ടെലിവിഷനും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ വന്നത് 16 വയസ്സുകാരി മൊണാലിസ വൈറലായി എന്നാണ്. 16 വയസ്സ് മാത്രമേ മൊണാലിസയ്ക്കുള്ളൂ എന്നാണ് എല്ലാവരും എടുത്തെടുത്ത് പറഞ്ഞത്. എല്ലാ വീഡിയോസും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അന്ന് മൊണാലിസയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞത് ജാനുവരി 21, 2008 2009 എങ്ങാണ്ടാണെന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ 16 വയസ്സാണെന്നുണ്ടെങ്കിൽ ഇപ്പം മൊണാലിസയ്ക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ. 17 വയസ്സും 2-3 മാസവുമേ ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പ്രായപൂർത്തിയാകുന്നത്? അപ്പോൾ അതാണ് ഏറ്റവും വലിയ വിഷയം. പ്രായപൂർത്തിയായിട്ടില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടത്തേ ഉള്ളൂ. കേരള ഗവൺമെൻറ്റിനും ഇതിന് ചുക്കാൻ പിടിച്ച നേതാക്കന്മാർക്കും CPM-കാർക്കും ഒക്കെ നല്ല ഒന്നാന്തരം പണി കിട്ടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കേസിൽ ഇത്ര ധൃതി വെച്ച് കല്യാണം നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ മാതൃകാപരമായിട്ട് നമുക്ക് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ആദ്യം അവരെ ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുക, രണ്ടുപേരെ രണ്ടിടത്തേക്ക് മാറ്റി പാർപ്പിക്കുക, അല്ലെങ്കിൽ പോലീസുകാരുടെ സംരക്ഷണയിൽ തന്നെ. നമ്മുടെ നാട്ടിൽ എത്രയോ നല്ല നല്ല വീടുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും ഇവരെ രണ്ടുപേരെ വാക്കുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. മൊണാലിസയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക. മൊണാലിസയ്ക്ക് ലീഗൽ ഏജ് ആയോ? കാരണം അവരുടെ സംസ്ഥാനത്തൊക്കെ വിളിച്ചന്വേഷിച്ച് രജിസ്റ്റർ ചെയ്തേക്കുന്ന, ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഇവർ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന രേഖകൾ മാത്രമല്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക. മൊണാലിസയ്ക്ക് ലീഗൽ ഏജ് ആയോ, 18 വയസ്സ് പൂർത്തിയായോ, അത് ചെക്ക് ചെയ്യുക. ഇനിയും ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മുഹമ്മദ് ഫർഹാൻ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക. അയാളുടെ പേരിൽ എന്തെങ്കിലും കേസുണ്ടോ? അയാൾ നല്ല മനുഷ്യനാണോ? അയാളുടെ പേരിൽ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അയാൾ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന രേഖകളൊക്കെ കറക്റ്റാണോ? ഇങ്ങനെ രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് സാവകാശം ചെയ്യേണ്ട ഒരു പരിപാടിക്ക് അപ്പോൾ അവിടെ PR സ്റ്റണ്ട് എടുത്തു. ഇലക്ഷൻ അടുത്ത് വരുമല്ലേ, ഇതാണ് കേരള സ്റ്റോറി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു PR ആണല്ലോ. അതിന് വേണ്ടിയിട്ട് നേതാക്കന്മാരൊക്കെ പോയി ഞെളിഞ്ഞു നിന്ന് അവരുടെ കല്യാണം അങ്ങ് നടത്തി. അപ്പം മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്, രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൻ്റെ കാര്യമാണ്. നാളെ ഇത് പരാജയപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുക നിങ്ങൾ. ഈ പെൺകുട്ടിയുടെ ജീവിതം പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റി, ഈ പെൺകുട്ടിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റി, ആരാണ് കുറ്റക്കാരാവുന്നത്? CPM-കാരും ഈ നേതാക്കന്മാരും മാത്രമല്ല, കേരള സമൂഹം മുഴുവൻ അതിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഇനി ഈ പെൺകുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. മൊണാലിസയ്ക്ക് 16 വയസ്സ് മാത്രമാണുള്ളതെന്ന് അമ്മയുടെ വെളിപ്പെടുത്തൽ. വിവാഹത്തിന് തങ്ങൾ അനുമതി നൽകിയില്ലെന്നും അമ്മ.
മകൾ ഫേമസ് ആയ ശേഷം തങ്ങളെ കാണാറേയില്ല. പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കിയാണ് വിവാഹം കഴിച്ചതെന്നും അമ്മ പ്രതികരിച്ചു. देखो मेरी बात समझो, मेरा आदमी एक ही लाए, दोनों माए बेटे गए थे। आप केरला से बात कर रहे हो ना सर? मेरे पाँव पड़ू, मेरे आदमी को वो लोगों ने कब्जे में ले लिया, उसको थाने में बिठा दिया। मेरी लड़की को कुछ खिला पिला दिया, तो मेरी लड़की से कुछ बोले भी नहीं, कुछ घर की बात भी नहीं, और मेरी लड़की से शादी जबरदस्ती कर ली सर। तेरे पाँव पड़ू, मेरा आदमी अभी देखो केरला में बैठा है, एयरपोर्ट में बैठा है सर। एयरपोर्ट में ठीक है। माता जी इनका जो डेट ऑफ बर्थ कितना है ये मोना का? कैसे बोलो? जन्म तीयति कितना है? मेरा जन्म देखो, मेरी लड़की का जन्म 16 साल का ही है। तो मेरे पति हेलो, मेरी लड़की का 16 साल का ही है। देखो अभी फेमस हुई थी, 16 साल की है। കേട്ടോ, അമ്മ പറയുന്നത് പെട്ടെന്ന് സമ്മർദ്ദം കൊടുത്ത് അവളുടെ കല്യാണം കഴിപ്പിച്ചു. 16 വയസ്സേ എൻ്റെ പെൺകുട്ടിക്കുള്ളൂ, മകൾക്കുള്ളൂ. ഇനിയിപ്പോൾ അമ്മ പറയുന്നത് കള്ളമാണെന്ന് തന്നെ അങ്ങ് വിചാരിക്കുക. അപ്പോൾ ഈ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തത് ഇതിനു മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയാണ് റിപ്പോർട്ട് ചെയ്തത് 16 വയസ്സുകാരി 16 വയസ്സായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, 16 വയസ്സ് പൂർത്തിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മാധ്യമങ്ങളൊക്കെ അന്ന് വൈറലായപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ഇത്ര പെട്ടെന്ന് ഡേറ്റ് ഓഫ് ബർത്ത് മാറി മറിഞ്ഞു, എല്ലാം മാറി മറിഞ്ഞു. ഇനി ഇതാണ് മാരേജ് രജിസ്ട്രേഷൻ ഫോം, മാരേജ് ഫോമാണ്, അത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ മാരേജ് സർട്ടിഫിക്കറ്റിനകത്ത് ആ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയേ 1/1/2008, ഫാൻസി നമ്പറാണ്, കറക്റ്റ് 1/1. പക്ഷേ ഇതിന് മുമ്പ് വിക്കിപീഡിയയിലൊക്കെ വന്നുകൊണ്ടിരുന്നത് ജാനുവരി 21, 2009 എന്നാണ് ഇതിന് മുമ്പ് വന്നിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇതായി. ഇവർ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ ശരിയാണോ, ലീഗലി വാലിഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണമായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇവർ പ്രായപൂർത്തിയായെന്ന് തന്നെ അങ്ങ് വിചാരിക്കുക. അപ്പോഴും നമ്മൾ ചെയ്തത് മാതൃകാപരമായ കാര്യമാണോ? പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു, കാര്യങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാമായിരുന്നു. കാരണം ഒരു എടുത്തുചാട്ടത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ 6 മാസത്തെ പരിചയം മാത്രമാണുള്ളതെന്നാണ് പറയുന്നത്. അവർ തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ്. ഏതോ സിനിമയിൽ ഒരുമിച്ച് കാസ്റ്റായി അങ്ങനെ പരിചയപ്പെട്ടു, അങ്ങനെ പ്രണയത്തിലായതാണെന്ന് പറയുന്നത്. കുറച്ച് നാൾ സമയം കൊടുക്കാമായിരുന്നു, സാവകാശം കൊടുക്കാമായിരുന്നു, കുറച്ച് കഴിയട്ടെ എന്ന് പറയാമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാമായിരുന്നു. ആ പെൺകുട്ടിയെ മാറ്റി നിർത്തി ഇനി ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണോ, എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ, സമ്മർദ്ദം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എല്ലാം ഓക്കെ ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ കല്യാണം കഴിപ്പിക്കാമായിരുന്നുള്ളൂ. അതിപ്പോൾ അവർ ഒരേ മതത്തിൽപ്പെട്ടവരായിരുന്നെങ്കിലും ഒരേ ജാതിയിൽപ്പെട്ടവരായിരുന്നെങ്കിലും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ടവരായിരുന്നെങ്കിലുമേ അങ്ങനെ ചെയ്യാവുള്ളൂ. കാരണം നമ്മുടെ സർക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. അന്യ സംസ്ഥാനത്തുള്ള ഒരു പെൺകുട്ടിയാണ്, നമ്മുടെ സംസ്ഥാനത്തുള്ളതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കണ്ണടച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഇനി ആ മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും 2 മതസ്ഥരാണ്. 2 മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 30 ദിവസത്തെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഇവർ രണ്ടുപേരുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ പ്രദർശിപ്പിക്കും, 30 ദിവസം പ്രദർശിപ്പിക്കും. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കും. അതിനുശേഷം മാത്രമേ അവരുടെ മാരേജ് ലീഗലി വാലിഡ് ആവത്തുള്ളൂ. ഇതൊന്നും ഇതിനകത്ത് കാണുന്നില്ല. അതാണ് സംശയം തോന്നിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഒരു പെൺകുട്ടിയുടെയും ഒരു ആൺകുട്ടിയുടെയും ജീവിതം വെച്ചിട്ട് നമ്മൾ കളിച്ചു. PR-ന് വേണ്ടിയിട്ട് ഇവിടുത്തെ നേതാക്കന്മാർ കൊട്ടിഘോഷിച്ച് ഒരു വലിയ പരിപാടി അങ്ങ് നടത്തി. കാരണം ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നതുകൊണ്ട് തന്നെ പബ്ലിസിറ്റി വേണമല്ലോ. പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടി ഒരു വേലത്തരം. ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. ഇത് മാതൃകാപരമായിട്ടുള്ളൊരു പ്രവൃത്തി ആയിരുന്നില്ല. രണ്ടുപേരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കി, രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് ഇത് ലീഗലാണോ, ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു പരിപാടി ചെയ്യാമായിരുന്നുള്ളൂ. അതാണ് വിവരവും വിദ്യാഭ്യാസമുള്ളൊരു സമൂഹം ചെയ്യുന്നത്. ഇപ്പോൾ വിവരവും വിദ്യാഭ്യാസമുള്ളൊരു സമൂഹമല്ല. പേരൻസിനെ എതിർത്ത് വരുന്നവരാണ്. ഇവർക്ക് ആരുടെയും സപ്പോർട്ടില്ല. അപ്പോൾ അങ്ങനെ വേണമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്.